ചില ദിവസങ്ങളിലൊക്കെ ചില അമ്മച്ചിമാരെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കാരണം ഒട്ടും നല്ലതല്ലാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടൊന്നും എടുത്തു പറയുന്നില്ല, അച്ഛാ അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ചില കൈക്കൂലി കൊടുത്ത കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അടക്കം, അതൊക്കെ നോർത്ത് അങ്ങനെയുള്ള ചില മോശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാനല്ല കർത്താവ് പറയണേ. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവിന് പ്രീതികരമായ ജീവിതം നയിക്കാൻ, കർത്താവിന് യോജിച്ച ജീവിതം നയിക്കാൻ, അവിടുത്തെ പ്രീതിപ്പെടുത്തുന്ന ജീവിതം നയിക്കാൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയെ, നമ്മുടെ റീത്ത പുണ്യതയുടെയൊക്കെ ജീവിതം നമ്മൾ പലതവണ പറഞ്ഞതാണ്. ദൈവമേ, ഈ മക്കളെ തിന്മയിൽ നിന്ന് അകറ്റി, വിദ്വേഷത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും അകറ്റി അങ്ങയ്ക്ക് ഇഷ്ടപ്പെട്ട മക്കളായി വളർത്താൻ എന്നെ കൊണ്ട് പറ്റണില്ലെങ്കിൽ ഇവരുടെ ജീവനെ അങ്ങ് തിരിച്ചെടുത്തേക്ക്. മക്കളല്ല അവർക്ക് പ്രധാനപ്പെട്ടത്, ദൈവത്തിന് യോജിച്ച വിധത്തിൽ ഈ മക്കൾ വളർന്നു വരണം, അല്ലെങ്കിൽ വേണ്ട. അതെ, ഈ മക്കളെയൊക്കെ പ്രിയപ്പെട്ടവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ കർത്താവിന് യോജിച്ച ജീവിതം നയിക്കട്ടെ എന്ന്, അതിനുവേണ്ടി ഈശോയെ അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരു പ്രശ്നവും പറ്റാൻ പോകുന്നില്ല. ആദ്യത്തെ കുറച്ച് നാളത്തെ പ്രയാസങ്ങളിലൂടെ, കയ്പനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അവരിങ്ങനെ ഉരുക്കി വാർക്കപ്പെടുന്നത് അഗ്നിശോധന ചെയ്യപ്പെട്ട സ്വർണം കണക്കെയുള്ള തിളക്കമുള്ള ജീവിതത്തിലേക്കായിരിക്കുന്നേ. കർത്താവിന് യോജിച്ച, അവിടുത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം ജീവിക്കുമ്പോൾ, അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിതം ജീവിക്കുമ്പോൾ എന്ത് പറ്റുന്നു എന്നുള്ളതാണ് സുവിശേഷം ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നത്. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം. അത്രയും നേരം അവരുടെ പദ്ധതി അനുസരിച്ചായിരുന്നു എല്ലാ കാര്യങ്ങളും നടന്നത്. പക്ഷേ കർത്താവിന് നിരക്കുന്ന വിധത്തിൽ, അവിടുത്തെ പ്രീതിപ്പെടുത്തുന്ന വിധത്തിൽ, അവിടുത്തെ മനസ്സനുസരിച്ച് വലയിറക്കുമ്പോൾ ഇങ്ങനെ വല കീറവോളം, വള്ളം മുങ്ങുവോളം അവർക്ക് മീൻ കിട്ടുന്നത് കാണുന്നുണ്ട്. ജീവിതം ഇങ്ങനെ ശുഭകരമാകണമെങ്കിൽ, സമൃദ്ധി ഉണ്ടാവണമെങ്കിൽ, സന്തോഷം കൊണ്ട് നിറയണമെങ്കിൽ, സ്നേഹത്തിൻ്റെ വിശുദ്ധ അനുഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ കർത്താവിൻ്റെ മനസ്സിനനുസരിച്ച് ഒന്ന് ജീവിതം ക്രമീകരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട രാത്രിയാണത്. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പര